പശ്ചിമേഷ്യൻ മണ്ണിൽ സംഘർഷത്തിന്റെ കനൽ ആളിക്കത്തുകയാണ് ഇപ്പോഴും. ദശാബ്ദങ്ങളായി പുകയുന്ന പകയ്ക്ക് പുതിയൊരു മാനം നൽകിക്കൊണ്ട് ഇറാൻ ഇസ്രായേലിന് മേൽക്ക് അത്യാധുനികമായ ഫത്താഹ് ഹൈപ്പർസോണിക് മിസൈലുകൾ പ്രയോഗിച്ചതായി ഔദ്യോഗിക റിപ്പോർട്ടുകൾ വന്നിരിക്കുകയാണ്. ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും തങ്ങളുടെ ഓപ്പറേഷൻ ഹോണസ്റ്റ് പ്രോമിസ് 3 എന്ന ദൗത്യത്തിന്റെ ഭാഗമാണിതെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു കഴിഞ്ഞു. ഈ നിർണായകമായ നീക്കം മേഖലയെയും ലോകത്തെയും സമ്പൂർണ്ണ യുദ്ധത്തിന്റെ വക്കിലേക്ക് തള്ളിവിടുമോ എന്ന ആശങ്ക ശക്തമാവുകയാണ്. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ശത്രുതയുടെ വേരുകൾ പതിറ്റാണ്ടുകൾക്ക് മുൻപേയുള്ളതാണ്. 1979 ഇറാനിയൻ വിപ്ലവത്തിനു ശേഷം ഇറാൻ ഇസ്രായേലിന്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന നയങ്ങളാണ് സ്വീകരിച്ചു വന്നിരുന്നത്. പരസ്പരം നേരിട്ട് സൈനികമായി ഏറ്റുമുട്ടുന്നതിന് പകരം സിറിയ, ലെബനൻ, യമൻ, ഗാസ തുടങ്ങിയ പ്രദേശങ്ങളിലെ പ്രാദേശിക ഗ്രൂപ്പുകളിലൂടെയാണ്, അതായത് പ്രോക്സി ഗ്രൂപ്പുകൾ, ഇവയിലൂടെയാണ് ഇരു രാജ്യങ്ങളും തങ്ങളുടെ സൈനിക നീക്കങ്ങൾ നടത്തിവരുന്നത്. ലെബനിലെ ഹിസ്ബുള്ള, ഗാസയിലെ ഹമാസ്, യമനിലെ ഹൂതി വിമതർ തുടങ്ങിയ ഗ്രൂപ്പുകൾക്ക് ഇറാൻ നൽകുന്ന പിന്തുണ ഇസ്രായേലിന്റെ സുരക്ഷയ്ക്ക് നിരന്തരമായി ഭീഷണി ഉയർത്തിയിരുന്നു. ഈ ഗ്രൂപ്പുകൾ ഇസ്രായേലിന് നേർക്ക് റോക്കറ്റ് ആക്രമണങ്ങൾ നടത്തുന്നത് സാധാരണമായ കാര്യമായിരുന്നു. മറുവശത്ത് ഇറാനിലെ ആണവ കേന്ദ്രങ്ങളെയും സൈനിക കേന്ദ്രങ്ങളെയും ലക്ഷ്യമിട്ട് ഇസ്രായേൽ രഹസ്യമായ ആക്രമണങ്ങളും സൈബർ നീക്കങ്ങളും നടത്തിയിരുന്നതായി വ്യാപക ആരോപണങ്ങളുമുണ്ട്. ഇറാനിയൻ ആണവ ശാസ്ത്രജ്ഞരുടെ കൊലപാതകങ്ങളും സൈബർ ആക്രമണങ്ങളുമെല്ലാം ഇസ്രായേലിന്റെ നീക്കങ്ങളായിട്ടാണ് ഇറാൻ സംശയിച്ചിരിക്കുന്നത്. എന്നാൽ സമീപകാലത്ത് സിറിയയിലെ ഡമാസ്കസിലുള്ള ഇറാനിയൻ നയതന്ത്ര കാര്യാലയത്തിന് നേരെയുണ്ടായ ഇസ്രായേൽ ആക്രമണവും അതിൽ ഇറാനിയൻ റവല്യൂഷണറി ഗാർഡിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടതും കാര്യങ്ങൾ മാറ്റിമറിച്ചു. ഇതിന് പ്രതികാരം എന്നോളം ഇറാൻ നേരിട്ട് ഇസ്രായേലിന് നേർക്ക് മിസൈൽ ആക്രമണം നടത്തി. ആദ്യഘട്ട ആക്രമണത്തിൽ ഇസ്രായേൽ മിസൈലുകളെ വലിയൊരു അളവിൽ തടഞ്ഞു നിർത്തിയെങ്കിലും ഇറാനിയൻ മണ്ണിൽ ഇസ്രായേൽ നടത്തിയ തിരിച്ചടി ലോകത്തെ ഞെട്ടിച്ചു. ഇസ്രായേലിന്റെ തിരിച്ചടിക്ക് പിന്നിലെ ഇറാനിലെ ചില സൈനിക ആണവ കേന്ദ്രങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായി ഉപഗ്രഹ ചിത്രങ്ങളും പുറത്തു വന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇറാൻ തങ്ങളുടെ പുതിയതും ഏറ്റവും അത്യാധുനികവുമായ ഫത്താഹ് ഹൈപ്പർസോണിക് മിസൈലുകൾ ഇസ്രായേലിന് നേർക്ക് പ്രയോഗിച്ചത്. ഇതൊരു യുദ്ധത്തിന്റെ പുതിയൊരു അധ്യായം തുറക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയുമായി കാണാം. ഫത്താഹ് മിസൈലിനെ പറ്റി നമുക്കൊന്ന് നോക്കാം. ഇറാൻ ഉപയോഗിച്ചതായി പറയുന്ന ഫത്താഹ് മിസൈലുകളാണ് ഇപ്പോൾ ലോക ശ്രദ്ധ ആകർഷിക്കുന്നത്. ഹൈപ്പർസോണിക് വിഭാഗത്തിൽപ്പെടുന്ന ഈ മിസൈലുകൾക്ക് ശബ്ദത്തിന്റെ വേഗതയേക്കാൾ 5 ഇരട്ടിയിലേറെ വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയും. ഇത് ഏത് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്കും വലിയ വെല്ലുവിളി തന്നെയാണ്. ഫത്താഹ് മിസൈലുകൾക്ക് മണിക്കൂറിൽ 15,000 കിലോമീറ്ററിലധികം വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയും എന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത്. ഇത്രയും വലിയ വേഗതയിൽ സഞ്ചരിക്കുന്ന മിസൈലുകളെ കണ്ടെത്താനും തടയാനും നിലവിലുള്ള മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്ക് പരിമിതികളടക്കമുണ്ട്. ഇസ്രായേലിന്റെ അയൺ ഡോം, ഡേവിഡ് സ്ലിം, ആരോ തുടങ്ങിയ പ്രതിരോധ സംവിധാനങ്ങളെ ഇവയ്ക്ക് എളുപ്പത്തിൽ മറികടക്കാൻ സാധിക്കുമെന്നും ഇറാൻ അവകാശപ്പെടുന്നുണ്ട്. വേഗത കൂടാതെ ലക്ഷ്യസ്ഥാനത്തേക്ക് അതീവ കൃത്യതയോടെ എത്താനുള്ള കഴിവും ഫത്താഹ് മിസൈലുകൾക്കുണ്ടെന്ന് ഇറാൻ പറയുന്നു. ഇത് മിസൈലിന്റെ പ്രഹരശേഷി വർദ്ധിപ്പിക്കുന്നുണ്ട്. സൈനിക കേന്ദ്രങ്ങളെയും തന്ത്രപ്രധാനമായ സ്ഥാപനങ്ങളെയും ലക്ഷ്യമിടാൻ ഇത് സഹായിക്കും. ഹൈപ്പർസോണിക് മിസൈലുകളുടെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്ന് അവയ്ക്ക് സഞ്ചാരത്തിനിടെ ദിശ മാറ്റാൻ കഴിയും എന്നതാണ്. ഇത് പ്രതിരോധ സംവിധാനങ്ങളെ കൂടുതൽ ആശയക്കുഴപ്പത്തിലാക്കും. മിസൈൽ എവിടെ നിന്ന് എങ്ങോട്ട് വരുന്നു എന്ന് കൃത്യമായി പ്രവചിക്കാൻ കഴിയാതിരിക്കുന്നത് സൈനിക തന്ത്രജ്ഞർക്ക് വലിയ തലവേദന തന്നെയാണ്. ഫത്താഹ് എന്ന വാക്കിന് അറബിയിൽ വിജയ് അല്ലെങ്കിൽ വിജയത്തിന്റെ വാതിൽ തുറക്കുന്നവൻ എന്നെല്ലാമാണ് അർത്ഥം. ഈ പേര് തന്നെ ഇസ്രായേലിനെതിരായ ഒരു വിജയം അല്ലെങ്കിൽ മുന്നേറ്റം എന്ന നിലയിൽ ഇറാൻ ഈ മിസൈലിന് നൽകുന്ന പ്രാധാന്യം വെളിവാക്കുന്നുണ്ട്. ഇസ്രായേലിന് നേർക്ക് ഫത്താഹ് മിസൈൽ വേദിച്ച ശേഷം ലോകം ശ്വാസം അടക്കി പിടിക്കുകയായിരുന്നു. ഫത്താഹിന്റെ മറ്റൊരു നിർണായക സവിശേഷത സഞ്ചാരത്തിനിടെ ദിശ മാറ്റാനുള്ള കഴിവാണ്. സാധാരണ ബാലിസ്റ്റിക് മിസൈലുകൾക്ക് ഒരു നിശ്ചിത പാതയിലൂടെ മാത്രമേ സഞ്ചരിക്കാൻ കഴിയൂ. എന്നാൽ ഹൈപ്പർസോണിക് മിസൈലുകൾക്ക് പറക്കുന്നതിനിടെ ദിശ മാറ്റാൻ സാധിക്കുന്നത് പ്രതിരോധ സംവിധാനങ്ങളെ കൂടുതൽ ആശയക്കുഴപ്പത്തിൽ തന്നെയാക്കും. കൃത്യമായി പ്രവചിക്കാൻ കഴിയാതിരിക്കുന്നതും സൈനിക തന്ത്രജ്ഞർക്ക് വലിയ വെല്ലുവിളി തന്നെയായിരിക്കും. കൃത്യതയും പ്രഹരശേഷിയുമാണ് മറ്റൊരു കാര്യം. വേഗത കൂടാതെ ലക്ഷ്യസ്ഥാനത്തേക്ക് അതീവ കൃത്യതയോടെ എത്താനുള്ള കഴിവും ഫത്താഹ് മിസൈലുകൾക്കുണ്ടെന്ന് ഇറാൻ പറയുന്നുണ്ട്. ഇത് സൈനിക താവളങ്ങൾ, കമാൻഡ് സെന്ററുകൾ, മറ്റ് തന്ത്രപ്രധാനമായ സ്ഥാപനങ്ങൾ എന്നിവയെ ലക്ഷ്യമിടാൻ സഹായിക്കും. ഉയർന്ന വേഗതയിൽ വരുന്ന ഒരു മിസൈലിന്റെ പ്രഹരശേഷി വളരെ വലുതായിരിക്കും. ഓപ്പറേഷൻ ഹോണസ്റ്റ് പ്രോമിസ് 3 ഒന്ന് നമുക്ക് നോക്കാം.
ഇറാൻ റവല്യൂഷണറി ഗാർഡ് ഓപ്പറേഷൻ ഹോണസ്റ്റ് പ്രോമിസ് 3 എന്ന ദൗത്യത്തിന്റെ ഭാഗമായാണ് ഫത്താഹ് മിസൈലുകൾ ഉപയോഗിച്ചത് എന്ന പ്രഖ്യാപിച്ചത് വെറും ഒരു സൈനിക നീക്കമായല്ല കാണാൻ കഴിയുന്നത്. ഇത് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ശക്തമായ ഒരു പ്രതികാരവും തങ്ങളുടെ സൈനിക ശേഷി ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കാനുള്ള ശ്രമവുമാണ്. തങ്ങളുടെ പരമാധികാരത്തെ പോലും ചോദ്യം ചെയ്യുന്ന ഏതൊരു നീക്കത്തിനും ശക്തമായ മറുപടി നൽകണമെന്ന മുന്നറിയിപ്പും ഇതിലൂടെ ഇറാൻ നൽകുന്നു. ഈ ദൗത്യം ഇസ്രായേൽ തങ്ങളുടെ മണ്ണിൽ നടത്തിയെന്ന് കരുതുന്ന ആക്രമണങ്ങൾക്കുള്ള പ്രതികാരമാണെന്ന് ഇറാൻ പറയാതെ പറയുകയാണ്. ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തുവിട്ടുകൊണ്ട് ഇസ്രായേൽ ഒരുതരം സൈനിക മേൽക്കോയ്മ അവകാശപ്പെടാൻ ശ്രമിച്ചപ്പോൾ അതിന് മിസൈൽ ആക്രമണത്തിലൂടെ മറുപടി നൽകി തങ്ങളുടെ സൈനിക ശേഷി ഉയർത്തിക്കാട്ടാൻ ഇറാൻ ശ്രമിക്കുന്നുണ്ട്. ഇതൊരു തരം ശക്തി പ്രകടനമാണ്. ഒപ്പം ഭാവിയിൽ സമാനമായ ആക്രമണങ്ങൾ ഉണ്ടായാൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന മുന്നറിയിപ്പും. ഇറാൻ ഒരു വലിയ മിസൈൽ ശേഖരം കൈവശം വച്ചിരിക്കുന്ന രാജ്യം തന്നെയാണ്. ഫത്താഹ് കൂടാതെ മറ്റ് പലതരം മിസൈലുകളും ഇറാനുണ്ട്. ഇത് മേഖലയിലെ ശക്തി സന്തുലിതാവസ്ഥയിൽ ഇറാനെ ഒരു പ്രധാന ശക്തിയാക്കി നിലനിർത്തുന്നു. ഇറാനിലെ സൈനിക ആണവ കേന്ദ്രങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായി പരാമർശങ്ങളുണ്ടായിരുന്നു. ഈ കേടുപാടുകൾക്ക് പിന്നിൽ ഇസ്രായേലിന്റെ ആക്രമണങ്ങളാണോ എന്ന് വ്യക്തമായില്ലെങ്കിലും ഈ സാഹചര്യത്തിൽ ഫത്താഹ് മിസൈൽ പ്രയോഗം ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ശക്തമായ തിരിച്ചടിയായാണ് വിലയിരുത്തപ്പെടുന്നത്. ഹോണസ്റ്റ് പ്രോമിസ് 3 എന്ന ദൗത്യത്തിന് പിന്നിൽ ഒരുതരം കണക്കു തീർക്കൽ എന്ന ലക്ഷ്യമുണ്ടെന്ന് വ്യക്തമാണ്.